ഹായ് എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 എന്ന പോസ്റ്റിലേക്ക് ഉടൻ തന്നെ വിജ്ഞാപനം പ്രതീക്ഷിക്കാവുന്നതാണ്. ആ ഒരു വിജ്ഞാപനത്തിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അധികം വൈകാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. പൊസിഷൻ നെയിം ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2, ഡിപ്പാർട്ട്മെന്റ് വരുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ്. സാലറി പ്രതീക്ഷിക്കാവുന്നത് 35,600 രൂപ മുതൽ 75,400 രൂപ വരെ സാലറി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്പർ ഓഫ് വേക്കൻസ് ആന്റിസിപ്പേറ്ററി ആണ്, അതിൽ ചേഞ്ച് വരാനായിട്ട് സാധ്യതയുണ്ട്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, റിസർവേഷൻ കാറ്റഗറീസിൽ പെടുന്ന, അതായത് SC ST ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൽ പെടുന്നവർക്ക് അതിൻ്റെതനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു എക്സാമിലേക്ക് അവർ ആവശ്യപ്പെടുന്ന ക്വാളിഫിക്കേഷൻ, ജനറൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എ പാസ് ഇൻ ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ ഇൻ സയൻസ്, അല്ലെങ്കിൽ എ പാസ് ഇൻ പ്രീ ഡിഗ്രി എക്സാമിനേഷൻ ഇൻ സയൻസ്, അല്ലെങ്കിൽ എ പാസ് ഇൻ പ്രീ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ വിത്ത് ബി ഗ്രേഡ് ഇൻ സയൻസ്, അതുമല്ലെങ്കിൽ എ പാസ് ഇൻ എനി ഇക്വാലന്റ് എക്സാമിനേഷൻ. ഇതിന് തതുല്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സാമിനേഷന് നിങ്ങൾ പാസ്സായിരിക്കണം. അതുപോലെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് എ പാസ് ഇൻ ദ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സ്, നമ്മുടെ MLT കോഴ്സ് conducted in the Medical College of Kerala or any other equivalent qualification. അതിനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തതുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ജനറൽ ക്വാളിഫിക്കേഷനും ടെക്നിക്കൽ ക്വാളിഫിക്കേഷനും നെസസറി ആണ് ഈ ഒരു പോസ്റ്റിലേക്ക്. ഈ ഒരു പോസ്റ്റിലേക്കുള്ള പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. കാറ്റഗറി നമ്പർ 409/2017 ആണ്. ഡേറ്റ് ഓഫ് OMR എക്സാം കണ്ടക്ട് ചെയ്തത് 7/7/2018 കട്ട് ഓഫ് വന്നിട്ട് 59.67 ആണ്. ഡേറ്റ് ഓഫ് എൻഡോഴ്സ്മെന്റ് ഓഫ് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 21/12/2020 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് 297. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 14/12/2023. സ്റ്റേറ്റസ് ഓഫ് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് അത് എക്സ്പയർഡ് ആണ്. റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ നിലവിലില്ല, എക്സ്പയർഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സിലബസ് കുറച്ച് കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പാത്തോളജിയാണ് പഠിക്കേണ്ടത്. പാത്തോളജിയിലെ മോഡ്യൂൾ 1 ഹെമറ്റോളജി. ഹെമറ്റോളജിയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സബ് ടോപ്പിക്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ഹെമറ്റോളജി എന്ന് പറയുന്ന ഈ ഒരു മോഡ്യൂളിൽ നിന്നും നിങ്ങൾക്ക് 5 മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മോഡ്യൂൾ 2 ക്ലിനിക്കൽ പാത്തോളജി ബേസിക് ടെക്നിക്സ്. നിങ്ങൾക്ക് ഇവിടെ നിന്നും 5 മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. മോഡ്യൂൾ 3 വന്നിട്ട് ഹിസ്റ്റോ ടെക്നോളജിയാണ്. 5 മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു മോഡ്യൂളിലും ധാരാളം സബ് ടോപ്പിക്സ് ഉണ്ട്, ധാരാളം സബ് മോഡ്യൂൾസ് ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. 5 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഈ ഒരു മോഡ്യൂളിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മോഡ്യൂൾ തന്നെയാണ്. മോഡ്യൂൾ 4 സൈറ്റോളജിയാണ്. സൈറ്റോളജി 5 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഈ ഒരു മോഡ്യൂളിലുള്ളത്. അത് കഴിഞ്ഞ് മോഡ്യൂൾ 5 വരുന്നത് സൈറ്റോജെനറ്റിക്സ്. ഇവിടെ 5 മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മോഡ്യൂളിൽ നിന്നും പ്രതീക്ഷിക്കാം. സബ് ടോപ്പിക്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. മോഡ്യൂൾ 6 ബ്ലഡ് ബാങ്കിങ് ആണ്. 5 മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മോഡ്യൂളിൽ നിന്നും പ്രതീക്ഷിക്കാം. ബ്ലഡ് ബാങ്കിങ് എന്ന് പറയുന്ന മോഡ്യൂളിലെ സബ് ടോപ്പിക്സ് ധാരാളം ഉണ്ട്, അതും സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കാം. സോ പാത്തോളജി എന്ന് പറയുന്ന പാർട്ടിൽ നിങ്ങൾ 6 മോഡ്യൂൾസ് ആണ് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ 6 മോഡ്യൂൾസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡ്യൂൾസ് ആണ്. കാരണം ഓരോ മോഡ്യൂൾസിലും 5 മാർക്ക് വീതം വെയിറ്റേജ് വരുന്നുണ്ട്. സോ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് മൈക്രോബയോളജിയാണ്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മൈക്രോബയോളജിയാണ്. മൈക്രോബയോളജിയിൽ നിങ്ങളുടെ ഫസ്റ്റ് മോഡ്യൂൾ വരുന്നത് ജനറൽ മൈക്രോബയോളജിയാണ്. ജനറൽ മൈക്രോബയോളജിയിൽ 6 മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ മോഡ്യൂൾ ബാക്ടീരിയോളജി. 6 മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. മോഡ്യൂൾ 2 ബാക്ടീരിയോളജി. ബാക്ടീരിയോളജിയിലെല്ലാം ധാരാളം സബ് മോഡ്യൂൾസ് ഉണ്ട്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ മോഡ്യൂൾ 3 വന്നിട്ട് പാരാസൈറ്റോളജിയാണ്. 6 മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പാരാസൈറ്റോളജി. അതുപോലെ മോഡ്യൂൾ 4 മൈക്കോളജി. മോഡ്യൂൾ 4 മൈക്കോളജി. 6 മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ധാരാളം സബ് ടോപ്പിക്സും ഈ ഒരു മോഡ്യൂളിലുണ്ട്, അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. മോഡ്യൂൾ 5 വൈറോളജിയാണ്. 6 മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം.
ഓക്കെ, അപ്പോൾ മൈക്രോബയോളജി എന്ന് പറയുന്ന പാർട്ടിൽ ഇത്രയും മോഡ്യൂൾസ് ആണ് നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുപോലെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ബയോ കെമിസ്ട്രി ആണ്. ബയോ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് മോഡ്യൂൾ 1 അതിനെ രണ്ട് പാർട്ടായിട്ട്, മോഡ്യൂൾ 1 നിങ്ങൾക്ക് കോമ്പോസിഷൻ ഓഫ് ഗ്ലാസ്, അതുപോലെ വെറൈറ്റീസ്, ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സും, അതുപോലെ മോഡ്യൂൾ 1 തന്നെ ഒരു സബ് ടോപ്പിക് മോഡ്യൂൾ 1.2 കാലിബ്രേഷൻ ഓഫ് പിപ്പറ്റ്സ് ആൻഡ് അതർ വോളിമെട്രിക് അപ്പാരറ്റസ്. ഈ ഒരു ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. മോഡ്യൂൾ 2 ലബോറട്ടറി സേഫ്റ്റി, ലബോറട്ടറി ഹസാർഡ്സ് ആൻഡ് സേഫ്റ്റി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. അതുപോലെ മോഡ്യൂൾ 3 വന്നിട്ട് ഗ്രേഡ്സ് ഓഫ് കെമിക്കൽസ് ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ്, 1 മാർക്കിന്റെ ചോദ്യം ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. മോഡ്യൂൾ 4 പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ്, നിങ്ങൾക്ക് 1 മാർക്കിന്റെ ചോദ്യങ്ങൾ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. മോഡ്യൂൾ 5 യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്സ്, SI യൂണിറ്റ്സ് ആൻഡ് നോൺ SI യൂണിറ്റ്സ്, 1 മാർക്കിന്റെ ചോദ്യം ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. മോഡ്യൂൾ 6 2 പാർട്ടുണ്ട്, 6.1, 6.2. ഈ രണ്ട് പാർട്ടിൽ നിന്നും നിങ്ങൾക്ക് 1 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കാം. മോഡ്യൂൾ 7 3 പാർട്ടാണ്, 7.1, 7.2 ആൻഡ് 7.3. 3 പാർട്ടിൽ നിന്നും നിങ്ങൾക്ക് 3 മാർക്കിന്റെ ചോദ്യങ്ങൾ മോഡ്യൂൾ 7 നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. മോഡ്യൂൾ 8 ഒരു പാർട്ടേ ഉള്ളൂ, ലബോറട്ടറി ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ്, അവിടെ നിങ്ങൾക്ക് 1 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കാം. മോഡ്യൂൾ 9 ഒരു പാർട്ടേ ഉള്ളൂ, അതിൽ റേഡിയോ ഐസോടോപ്സ് ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ്, 1 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കാം. മോഡ്യൂൾ 10 4 പാർട്ട് ഉണ്ട്, മോഡ്യൂൾ 10.1, 10.2, 10.3 ആൻഡ് 10.4. നിങ്ങൾക്ക് ആ ഒരു മോഡ്യൂളിൽ നിന്നും ആ ടോപ്പിക്സ് എല്ലാം, ഡീറ്റെയിൽഡ് ടോപ്പിക്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ആ ഒരു മോഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ഈ ഒരു എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. മോഡ്യൂൾ 11 ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ്, നിങ്ങൾക്ക് 1 മാർക്കിന്റെ ചോദ്യം ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. മോഡ്യൂൾ 12 ധാരാളം സബ് ടോപ്പിക്സ് ഉണ്ട്, 6 സബ് ടോപ്പിക്സ് ഉണ്ട്, 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ് മോഡ്യൂൾ 12 നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. മോഡ്യൂൾ 13 3 പാർട്ടുണ്ട്, ആ 3 പാർട്ടിൽ നിന്നും നിങ്ങൾക്ക് 3 മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മോഡ്യൂൾ 14 ഹോർമോൺസ് ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ്, 1 മാർക്കിന്റെ ചോദ്യം മോഡ്യൂൾ 14 നിന്നും പ്രതീക്ഷിക്കാം. മോഡ്യൂൾ 15 3 സബ് ടോപ്പിക്സ് ഉണ്ട്, ഈ ഒരു മോഡ്യൂൾ 15 നിന്നും നിങ്ങൾക്ക് 3 മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മോഡ്യൂൾ 16 വീണ്ടും 5 സബ് ടോപ്പിക്സ് ഉണ്ട്, നിങ്ങൾക്ക് 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു മോഡ്യൂൾ 16 നിന്നും പ്രതീക്ഷിക്കാവുന്നത്. മോഡ്യൂൾ 17 1 മാർക്കിന്റെ ചോദ്യം, സബ് ടോപ്പിക്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. മോഡ്യൂൾ 18 അനാലിസിസ് ഓഫ് കാറ്റലൈൻ, അത് യൂറിനറി ആൻഡ് ബിലിയറി കാറ്റലൈൻ, നിങ്ങൾക്ക് 1 മാർക്കിന്റെ ചോദ്യം ഈ ഒരു ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കാം. മോഡ്യൂൾ 19 ഇലക്ട്രോഫോറസിസ് ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ്, നിങ്ങൾക്ക് 1 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കാം. മോഡ്യൂൾ 20 അതിൽ 2 സബ് ടോപ്പിക്സ് ഉണ്ട്, ക്രോമാറ്റോഗ്രഫി ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ്, അതുപോലെ യൂറിൻ അമിനോഗ്രാം ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ്, നിങ്ങൾക്ക് 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് മോഡ്യൂൾ 20 നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. മോഡ്യൂൾ 21 2 സബ് ടോപ്പിക്സ്, മോഡ്യൂൾ 21 2 സബ് ടോപ്പിക്സ് ഉണ്ട്, അതിൽ നിന്നും നിങ്ങൾക്ക് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. മോഡ്യൂൾ 22 1 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കാം. മോഡ്യൂൾ 23 ടാക്സിക്കോളജി ആണ്, നിങ്ങൾക്ക് 1 മാർക്കിന്റെ ചോദ്യം ഇവിടെ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. മോഡ്യൂൾ 24 വന്നിട്ട് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ലബോറട്ടറി, 1 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കാം. മോഡ്യൂൾ 25 2 സബ് ടോപ്പിക്സ് ഉണ്ട്, 2 മാർക്കിന്റെ ചോദ്യങ്ങൾ മോഡ്യൂൾ 25 നിന്ന് പ്രതീക്ഷിക്കാം. മോഡ്യൂൾ 26 വന്നിട്ട് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ്, നിങ്ങൾക്ക് 1 മാർക്കിന്റെ ചോദ്യം ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു പരീക്ഷയുടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ ടെക് PSയുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയോടൊപ്പം താഴെ നൽകിയിരിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ.